നമ്മളിപ്പോൾ നിൽക്കുന്നത് സെന്റ് ജോസഫ് കോൺവെന്റിന്റെ തൊട്ട് മുമ്പിലാണ്. സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ കോൺവെന്റിന്റെ തൊട്ടടുത്തുള്ള സെന്റ് ജോസഫ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് ആദരണീയരായിരിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഗവർണറും വരുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ അത് പാസ് ചെയ്തിപ്പോൾ വിംസ് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ഏകദേശം 48 പേര് ദുരിതത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. ദുരിതത്തിലാകപ്പെട്ടതായിട്ടുള്ള ആളുകൾ അവരെ ചികിത്സയിൽ കഴിയുകയാണ്. പ്രത്യേകിച്ച് അരുൺ, മണ്ണിന്റെ അടിയിൽ പോയ അരുണിനെ രക്ഷിച്ചെടുക്കുവാൻ ഇടയായിത്തീർന്നു. അവന്റെ സംസാരശേഷിയെല്ലാം അവന് തിരികെ കിട്ടി. അവന് ഊർജ്ജസ്വലനായിരിക്കുന്നു എന്നുള്ള ആ വാർത്ത കേട്ടു. അദ്ദേഹത്തെയും അവിടെ തന്നെയുള്ള 8 വയസ്സുകാരിയായിരിക്കുന്ന ഒരു മകളെയും അതുകൂടാതെ മറ്റ് രോഗികളായിട്ടുള്ളവരെയും കണ്ടതിന് ശേഷം ഈ സെന്റ് ജോസഫ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഗവർണറും മടങ്ങിവരും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ വിവരം. വേദന അനുഭവിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന ജനത്തിനു വേണ്ടി എന്തായിരിക്കും കേന്ദ്രം പ്രഖ്യാപിക്കുക എന്നുള്ള ആ വലിയ ആകാംക്ഷയോടുകൂടിയാണ് വഴിയോരങ്ങളിൽ ആദരണീയനായിരിക്കുന്ന പ്രധാനമന്ത്രിക്ക് വേണ്ടി ജനങ്ങൾ കാത്തുനിന്നത്. മേപ്പാടിയിൽ നിന്നും ഗുഡ്നസ് ടിവിക്ക് വേണ്ടി ഡോക്ടർ ജോൺസൺ തേക്കടയിൽ.